ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതൊരു മുമ്പേ സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് ഒറിജിനൽ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അലീനേനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അവധുക്കുട്ടിയച്ചായനും സ്റ്റാൻലിയും കൂടി ചേർന്ന് ജസ്റ്റ് അവരുടെ തോട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുക കേട്ടോ. അങ്ങനെ പോകുന്ന സമയം വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ അലീന പറയണ്ട്, അപ്പച്ചൻ മുമ്പിലെ സീറ്റിലേക്ക് ഇരുന്നോ, വല്യപ്പച്ച മുമ്പിലേക്ക് ഇരുന്നോ, ഞാൻ പുറകിലിരുന്നോളാം. അത് വേണ്ട മോളെ, നിനക്ക് കാഴ്ചയൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് മുമ്പിലിരുന്ന് നല്ല കാഴ്ചയൊക്കെ കണ്ട് സൂപ്പറായിരിക്കും മോളെ, നീ മുമ്പിലേക്ക് ഇരുന്നോ എന്ന് പറയുമ്പോഴേക്കും അത് കുഴപ്പമില്ല വല്യപ്പച്ച മുമ്പിലിരുന്നോ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി പറയണ്ട, അലീന ഞാനല്ലേ നിന്നോട് പറഞ്ഞത് മുമ്പിൽ കയറി ഇരിക്കാണ്ട്, വാ കമോൺ മുമ്പിൽ കയറി ഇരിക്കൂ എന്ന് പറയാണ്. അലീന അപ്പം തന്നെ പേടിച്ചിട്ട് വേഗം മുൻപിലെ സീറ്റിൽ കയറി ഇരിക്കാട്ടോ. വല്യപ്പച്ചൻ പുറകിലും ഇരിക്കുന്നുണ്ട്. ശേഷം വണ്ടി എടുത്തിട്ട് നമ്മുടെ സ്റ്റാൻലി അവിടുന്ന് യാത്ര തുടങ്ങുവാണ്. കുറച്ചു നേരം യാത്ര ചെയ്യാണ്. അതേസമയം നമ്മുടെ വീട്ടിലാണെങ്കിൽ പൗലോസേട്ടനൊക്കെ പറയുന്നുണ്ട്, ഓ പോണ പോക്ക് കണ്ടില്ലേ, സ്വന്തം മകളെ പോലെയാണ് കൊണ്ടുപോണത്. ആർക്കറിയാം സ്വന്തം മകളാണെന്ന്. അവൾ എന്തോ ഒരു ഉടായ്പ പെണ്ണാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഇവിടുത്തെ പട്ടികളെ വരെ അവൾ കയ്യിലെടുത്തു. എത്ര പെട്ടെന്നാണ് നമ്മുടെ അവധുക്കുട്ടച്ചായനെ സ്റ്റാൻലിനെയൊക്കെ അവൾ കയ്യിലെടുത്തത്. അവൾ നല്ല തന്ത്രം അറിയാവുന്ന പെണ്ണ് തന്നെ എന്ന് അവരെല്ലാവരും മാറി മാറി ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മുടെ അലീന മിണ്ടുന്നേ ഇല്ല കേട്ടോ. അലീനക്ക് നല്ല ഫീലായി നമ്മുടെ സ്റ്റാൻലി ഒച്ചയെടുത്ത് പറഞ്ഞത്. അലീനെ കുറച്ചു നേരം മിണ്ടാതിരിക്കുമ്പോഴേക്കും വല്യപ്പച്ചൻ ചോദിക്കണ്ട്, അല്ല മോളെ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല വല്യപ്പച്ച എന്ന് പറയാണ്. ഈ ലാലിച്ച നേരത്തെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ? ഇവൻ അങ്ങനെയാ മോളെ, പട്ടാള ചിട്ടയിലേ സംസാരിക്കുള്ളൂ. എടാ ലാലിച്ച, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ കുറച്ച് മാന്യമായിട്ടൊക്കെ സംസാരിക്കണമെന്ന്. നിന്റെ പട്ടാള ചിട്ടയെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം, ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം പിന്നെ കേൾക്കാതിരിക്കണം എന്താ? എടാ നീ പറഞ്ഞ കാര്യം അത് നിന്റെ മാത്രം കാര്യമാണ്, മറ്റുള്ളവരത് ഇഷ്ടപ്പെടണമെന്നോ കേൾക്കണമെന്നോ നീ എന്തിനാ വാശി പിടിക്കണത്? ദേ ലാലിച്ച, ഞാൻ മര്യാദക്ക് പറഞ്ഞു, ഈ പെൺകുച്ചി നമ്മുടെ അടുത്തേക്ക് വന്നേ ഉള്ളൂ, അപ്പോഴേക്കും അവളെ വെറുതെ വെറുപ്പിച്ച് നീ ഇവിടുന്ന് പറഞ്ഞേക്കല്ലേടാ എന്ന് പറയുമ്പോഴേക്കും അലീന പറയണ്ട, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പോകും എന്ന് പറയാണ്. പോകുന്നോ എന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ, അതിന് നിന്നെ വിട്ടിട്ട് വേണ്ടേ? വിട്ടിട്ടില്ലെങ്കിലും ഞാൻ പോകും, ഇങ്ങനെ പട്ടാള ചിട്ടയായിട്ട് ജീവിക്കണം എന്തിനാണ്, ഞാൻ പോകും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും സ്റ്റാൻലിയുടെ മുഖം ആകെ മാറുന്നു കേട്ടോ. കാരണം സ്റ്റാൻലിക്ക് ആകെ വിഷമമായി പോയി. കാരണം ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാനില്ലല്ലോ. താൻ അങ്ങനെ പെരുമാറിയപ്പോഴേക്കും അലീനക്ക് തന്നോട് ദേഷ്യം തോന്നിയോ, ഇഷ്ടക്കുറവായോ എന്നൊക്കെ ഒരു ടെൻഷനായി സ്റ്റാൻലിക്ക് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതെ നോക്കിക്ക് നല്ല കരിക്ക്, ഞങ്ങൾക്ക് ഒരേ കരിക്ക് വെച്ച് കുടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് വല്യപ്പച്ചൻ പുറത്തേക്ക് ഇറങ്ങി 3 കരിക്ക് വെട്ടിപ്പിക്കാട്ടോ. ആ സമയത്ത് അലീന നോക്കുമ്പോഴേക്കും സ്റ്റാൻലി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അലീന സ്റ്റാൻലി എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും വിഷമയോ, ഞാൻ എവിടെയും പോകുമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. സ്റ്റാൻലിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. സ്റ്റാൻലിയോട് പറഞ്ഞ, പപ്പ ഞാൻ വാക്ക് തരാണ്, പപ്പനെ വിട്ട് ഒരിക്കലും ഈ മോള് എവിടെയും പോവില്ല, എന്താ മതിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി സന്തോഷം കൊണ്ട് അലീനയുടെ കൈ ചേർത്ത് പിടിക്കാട്ടോ. ആ സമയത്ത് നമ്മുടെ വല്യപ്പച്ചൻ അവിടേക്ക് വരുന്നുണ്ട്. മോളും അപ്പച്ചനും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ? അതിന് നമ്മൾ തമ്മിൽ പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അലീന പറയാണ്. അങ്ങനെ കരിക്കൊക്കെ കുടിച്ചതിന് ശേഷം അവർ വീണ്ടും യാത്ര ചെയ്യണം. അലീന പറയേണ്ടത്, ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ പറയേണ്ടത്, ഈ സ്ഥലം കാണാൻ ഭംഗിയുണ്ടെങ്കിലേ ഇതെല്ലാം നിന്റെ പേരിൽ എഴുതി തരട്ടെ. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ സ്ഥലം. അത് കൊള്ളാം. സ്ഥലമൊക്കെ വെറുതെ എന്തിനാ ആൾക്കാരുടെ പേരിൽ, അതൊക്കെ നമുക്കൊരു അസറ്റ് അല്ലേ മോളെ. ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയണതേ നമ്മുടെ സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാർ എപ്പോഴും കൂടെ ഉണ്ടാവണതാ വല്യപ്പച്ച. അല്ലാതെ പണവും സ്വർണവും സ്വത്തൊക്കെ അതൊരു സെക്കൻഡറി തിങ്സ് മാത്രമാണ്. സ്നേഹിക്കാൻ കൂടെ ആരും ഇല്ലെങ്കിൽ ഈ പണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും ദേ ഈ കാണുന്ന ഇത്രയും ഭാഗം നമ്മൾ വന്നില്ലേ, ഇതെല്ലാം ദേ ഈ ലാലിച്ചൻ്റെയാണ്. അതായത് ഇനി നിനക്ക് സ്വന്തം എന്ന് പറയാണ്. എടാ ലാലിച്ച, നല്ല കടയൊക്കെ കാണുകയാണെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അയ്യോ എനിക്കൊന്നും വേണമെന്നില്ല, എല്ലാം പപ്പ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അത് പറ്റില്ല, ദേ വല്യപ്പച്ചൻ ആദ്യമായിട്ടാണ് മോളെ കൊണ്ട് പുറത്തേക്ക് പോണത്. അപ്പം മോൾക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ പറഞ്ഞു, വല്യപ്പച്ചൻ വാങ്ങിച്ചു തരാം എന്ന് പറയണം. അയ്യോ വല്യപ്പച്ച എനിക്കൊന്നും വേണമെന്നില്ല എന്ന് അലീന പറയുന്നുണ്ട്. ശേഷം അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണണം അലീന. അലീനക്ക് ഭയങ്കര സന്തോഷമാണ്. കുറേ ഏലത്തോട്ടവും അതുപോലെ തന്നെ റബ്ബറിൻ്റെ ആൾക്കാരൊന്ന് പണിയെടുക്കണതും പിന്നെ തേയിലത്തോട്ടം, അങ്ങനെ എന്തൊക്കെ ആ ഒരു സ്ഥലത്ത് ചെയ്യാമോ അങ്ങനത്തെ എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട് നമ്മുടെ ലാലിച്ചൻ കേട്ടോ. അലീനക്ക് അത് കാണുമ്പോൾ തന്നെ കണ്ണിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുവാണ്. അലീന കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് നമ്മുടെ അപ്പച്ചനോട് സ്റ്റാൻലി പറയണ്ട, അപ്പച്ച സമയം ഒരുപാടായി, നമുക്കിനി പോയാലോ? സമയം ഒരുപാടായി നിന്റെ അടുത്ത് ആര് പറഞ്ഞു? സമയം 5 മണിയല്ലായിട്ടുള്ളൂ, നമുക്ക് രാത്രി വരെ ഒന്ന് കറങ്ങാം. എന്താ മോളെ ഇന്നത്തെ ഫുഡ് പുറത്തുനിന്നാവട്ടെ? അയ്യോ പുറത്തുനിന്ന് വേണോ? പാവം പൗലോസേട്ടൻ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവൻ്റെ ഫുഡ് ആർക്ക് വേണം? അവൻ വെച്ചിട്ടുണ്ട് സാമ്പാറും കിഴങ്ങുപ്പേരിയും, എനിക്കൊന്നും വേണ്ട. എടാ ലാലിച്ച, നമുക്ക് കടിച്ച് പറിക്കണ ഏതെങ്കിലും ഹോട്ടലിലേക്ക് വിടടാ, നമുക്ക് എന്തെങ്കിലും നല്ല വയറ് നിറച്ച് കഴിക്കാം എന്ന് പറയാണ് നമ്മുടെ വല്യപ്പച്ചൻ കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും
നമ്മുടെ സ്റ്റാൻലി പറഞ്ഞിട്ട് ശരി വല്യപ്പച്ച എന്ന് പറഞ്ഞിട്ട് അപ്പച്ച എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവരൊരു ഹോട്ടലിലേക്ക് പോവാണ്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലീന തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയ അലീന നമ്മുടെ ബബിതേനെ ഫോൺ വിളിക്കുകയാണ്. ബബിത അടുത്ത് ചോദിക്കേണ്ട മോളെ നീ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ കിടക്കുമായിരുന്നു ചേച്ചി എന്ന് പറയാണ്. എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? എന്ത് വിശേഷം? പതിവ് പോലെ തന്നെ അമ്മയും അച്ഛനും തമ്മിൽ ഫൈറ്റ്. എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? അച്ഛനൊന്നും പറഞ്ഞില്ല. അമ്മ എന്തൊക്കെയോ മോശമായിട്ട് അലീന ചേച്ചിനെയും അച്ഛനെയും കുറിച്ച് വീണ്ടും പലതും പറഞ്ഞു. പക്ഷെ അച്ഛനൊന്നും മിണ്ടിയില്ല. അതെന്താ അച്ഛനൊന്നും മിണ്ടാത്തേന്നാ ഞാൻ ആലോചിക്കണത്. ഇത് കേൾക്കുന്ന അലീന പറയണ്ട, അത് വേറൊന്നുമല്ല മോളെ, പരസ്പരം കൈ രണ്ടു കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഒരാൾ മിണ്ടാതിരുന്നതിന് വഴക്ക് കുറയുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു, അമ്മ എന്തു പറഞ്ഞാലും അച്ഛൻ തിരിച്ചൊന്നും പറയണ്ടെന്ന്. വെറുതെന്തിനാ വീട്ടിൽ വഴക്കുണ്ടാവണത്? വഴക്കുണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് കാര്യമല്ലേ. ഞങ്ങൾ നോക്കുന്നു അച്ഛനതാ തിരിച്ചു മറുപടി ഒന്നും പറയാത്തേന്ന്. പിന്നെ അമ്മ ഇപ്പോൾ ഇവിടെ വേലക്ക ആളെ അന്വേഷിക്കുവാണ്. വേലക്ക ആളെയോ? അതെ, വേലക്കാരിയായിട്ടേ, അതായത് അടുക്കള പണി ചെയ്യാനും മുറ്റടിക്കാനൊക്കെ. അതിപ്പോൾ നിങ്ങൾക്കൊക്കെ ഏറെക്കുറെയൊക്കെ പണി അറിയാലോ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞതാ ചേച്ചി. പക്ഷെ അമ്മ സമ്മതിക്കണ്ടേ? അമ്മക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അപ്പോൾ ഓർഡർ ചെയ്ത് കഴിക്കണമല്ലോ. അതിനെ വേണ്ടിയിട്ട് വേലക്കാര്യത്തിന് അന്വേഷിക്കണത്. അമ്മയുടെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ആകെ വിഷമത്തിലിരിക്കാട്ടോ. ബബിത പറയണ്ട, ചേച്ചി ഫോൺ വെക്കല്ലേ കേട്ടോ ചേച്ചി, ഞാൻ ഉറങ്ങണ വരെ ചേച്ചി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാവോ? അതിനെന്താ മോളെ എന്ന് പറയാണ്. അങ്ങനെ അലീന ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ബബിത കണ്ണടച്ച് ഉറങ്ങുന്നുണ്ട്. ബബിത ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ അലീന ഫോൺ കട്ടയാണ്. ശേഷം ബബിതേനെയും രോഹിനെയും കൃഷ്ണമോളെ ബാലചന്ദ്രനെയൊക്കെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അലീനക്ക് ഭയങ്കര വിഷമമായി പോവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന വല്യപ്പച്ചനെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻലിനെയാണ്. രണ്ടുപേരും കൂടി അലീനക്ക് നല്ല അടിപൊളി ഒരു കാറ് മേടിച്ചു കൊടുക്കാട്ടോ. അതായത് അലീനക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല, പക്ഷെ എങ്കിലും ഡ്രൈവിംഗ് പഠിക്കാനും കൂടി ഒരു പുത്തൻ കാറ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. 25 ലക്ഷം രൂപയുടെ കാറാട്ടോ വാങ്ങിച്ചു കൊടുക്കുന്നത്. അലീന പിറ്റേ ദിവസം രാവിലെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഒരു പുതിയ വണ്ടി. അത് കാണുമ്പോൾ അലീന ചോദിക്കേണ്ട, ഇത് ആരുടെ വണ്ടിയാ? ഇവിടെ ഏതെങ്കിലും ഗസ്റ്റ് വന്നോ എന്ന് ചോദിക്കുമ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, അതെ മോളെ, ഇത് ഗസ്റ്റ് വന്നേന്നുമല്ല, മോൾക്കുള്ള ഞങ്ങളുടെ സമ്മാനമാണ്. കാറോ? എനിക്ക് കാറൊന്നും വേണ്ട. മാത്രമല്ല എനിക്ക് കാർ ഓടിക്കാൻ അറിയത്തുമില്ല. എനിക്ക് ഇത്ര വലിയ സമ്മാനങ്ങളും വേണ്ട. എടാ ലാലിച്ച, ഈ പെൺകൊച്ച് എന്താണ് എങ്ങനെയാ? സാധാരണ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ എല്ലാവരും കൈ നീട്ടി വാങ്ങിക്കത്തേ ഉള്ളൂ. ഇവള് നേരെ തിരിച്ചാണല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയണ്ട്, അത് വേറൊന്നുമല്ല വല്യപ്പച്ച, ഉള്ളത് കൊണ്ട് ഭക്ഷണം കഴിച്ച് ജീവിച്ചതാ ഞാൻ 10-23 വർഷം. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും കണ്ടാലും അതൊന്നും വേണമെന്ന് മനസ്സ് തോന്നാറില്ല. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. വലുതാവും തോറും ആ ആഗ്രഹങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരെയല്ലേ ഉള്ളൂ. എന്തായാലും ഈ വണ്ടി എനിക്ക് വേണമെന്നില്ല. സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ എൻ്റെ തീരുമാനമാണ്, മര്യാദയ്ക്ക് ഡ്രൈവിംഗ് പഠിച്ചോളണം, എന്നിട്ട് ഈ വണ്ടി ഓടിക്കണം. ഇനി മുതൽ നീ ഡ്രൈവ് ചെയ്ത് ഞാൻ മുൻ സീറ്റിൽ ഇരുന്നിട്ട് വേണം നമുക്ക് സിറ്റിയിലൊക്കെ ഒന്ന് പോകാനായിട്ട്, മനസ്സിലായോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗ് പഠിക്കണം. ഞാനൊരു ഡ്രൈവറിൻ്റെ ഒരു ആശാനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാൾ നാളെ മുതൽ വരും. ഡ്രൈവിംഗ് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കണം. നിനക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടോ? ഉണ്ട്. സൈക്കിൾ ബാലൻസ് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ബൈക്ക് ഓടിക്കാനും സ്കൂട്ടർ ഓടിക്കാനാ. ഇതിലെ നല്ല കഴിവും നന്നായിട്ട് ആലോചിച്ച് ചെയ്യാനുള്ള ബുദ്ധിശക്തിയാണ് വേണ്ടത്. കറക്റ്റ് ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ളത് അതൊക്കെ നാളെ ആശാൻ വന്നിട്ട് പറഞ്ഞുതരും. എന്തായാലും എത്രയും പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കാറിൻ്റെ കീ നമ്മുടെ അലീനയുടെ കൈ കൊടുക്കുകയാണ് നമ്മുടെ ലാലിച്ചൻ കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ.